കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിലും കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തീർത്തും ഒഴിവാക്കിയതിലും പ്രതിഷേധിച്ച് LDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഔദാര്യത്തിൻ ഭാഷയിലല്ല, അവകാശത്തിൻ ഭാഷയിലല്ല, അവകാശത്തിൻ പേരിൽ തന്നെ, അവകാശത്തിൻ പേരിൽ ഒന്നും തന്നെ നൽകാതെ İnkılap zindabad! İnkılap zindabad! İnkılap zindabad! İnkılap zindabad! Elbiyat zindabad! Elbiyat zindabad! Elbiyat zindabad! Elbiyat zindabad! കേരളത്തെ അവഗണിച്ച CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഭരണകൂടം കേരളത്തോട് കാണിക്കുന്ന അതിക്രൂരമായ അവഗണനയ്ക്കെതിരായി കേരള ജനതയുടെ രോഷം പടർന്ന് ഉയരണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരള ജനതയോട് ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര ഭരണകൂടത്തിന്റെ ഈ നടപടിയെ ചെറുക്കാൻ മറ്റൊരു പോംവഴിയുമില്ല എന്നത് നമുക്കറിയാം. ഈ കേരള ജനതയോടുള്ള ഈ ക്രൂരമായ കേന്ദ്ര ഭരണകൂടത്തിന്റെ സമീപനത്തിനെതിരായി കേരള ജനത ഒന്നിച്ചുകൊണ്ട് ആ ഭരണ നയങ്ങളെ തിരുത്താനുള്ള സമരം
രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഈ നീതി നിഷേധത്തിന് എതിരായില്ല. കേരളം ചെയ്ത കുറ്റം ഭരണഘടനാപരമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ എന്ത് കുറ്റമാണ് കേരളം ചെയ്തത് എന്ന് ഈ നീതി നിഷേധിക്കുന്ന ഭരണകൂടങ്ങൾ നമ്മോട് പറയുന്നില്ല. ജനസംഖ്യാനുപാതികമായി രാജ്യത്തിന്റെ സമ്പത്തിനെ വിഭജിച്ച് നൽകാൻ ഉത്തരവാദപ്പെട്ട ഭരണകൂടം അത് നിഷേധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നരേന്ദ്രമോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം അവരെടുത്ത ഓരോ നടപടികളും ഈ നിഷേധത്തിന്റെ ഉദാഹരണമായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപും കേന്ദ്ര ഭരണകൂടം കേരളത്തോട് നീതി നിഷേധിച്ചിട്ടുണ്ട്, അവഗണന കാട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ആൾക്കും, ജനാധിപത്യ വിശ്വാസികളായ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരമായ ഈ നീതി നിഷേധം ഈ ഭരണകൂടമാണ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് ആ ഭരണ സംവിധാനം രാജ്യത്തെ ജനങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ദുരിതപൂർണമായ ജീവിതാവസ്ഥയ്ക്ക് ബദലായി ഒരു ഭരണകൂടം രാജ്യത്തെ ജനങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നതിന് ഉദാഹരണമായി ഒരു ബദൽ രാഷ്ട്രീയം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകൂടം രാജ്യത്ത് കാണിച്ചു കൊടുത്തു. കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണ സംവിധാനം, ജനോപകാരപ്രദമായ ഭരണ സംവിധാനം നടപ്പിലാക്കിയതാണ് കേരളം ചെയ്ത കുറ്റം. എം ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ഘടക കക്ഷികളെ പ്രതിനിധീകരിച്ച് പി ഷൈബു, ശോഭ അബൂബക്കർ ഹാജി, ബഷീർ, പ്രകാശൻ, ഭക്തോത്തമൻ, കെ ബൈജു എന്നിവർ സംസാരിച്ചു. പി കെ പ്രേംനാഥ് സ്വാഗതം പറഞ്ഞു. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ്. ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഐറ്റംസിന് 10% മുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഓഫറിൽ നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ. Kadodi Gold and Diamonds, Mavur, Puvattuparambur.